നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പുരോഗമന കലാസാഹിത്യ സംഘം എടക്കാട് മേഖലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ അവാർഡ് ദാനവും സാംസ്കാരിക സദസ്സും നടന്നു. കുട്ടിക്കകം ദേശോദ്ധാരണ വായനശാല പരിസരത്ത് നടന്ന പരിപാടി പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി MK മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. ഇത്രയൊന്നും വിപുലമായ സംഘടനാ രീതികളും സംഘടനാ പ്രവർത്തകരും ഇല്ലാതിരുന്ന ഒരു കാലത്ത്, ഇത്രയൊന്നും സൗകര്യമില്ലാതിരുന്ന ഒരു കാലത്ത് കണ്ണൂർ ജില്ലയിൽ എല്ലാ ഭാഗത്തും പോയിട്ട് ദാസമാഷ്ട കൂടെ പോയിട്ട് ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്കാണ് അദ്ദേഹം വഹിച്ചത്. അതുകൊണ്ട് തന്നെ കരുണാകരൻ മാഷ്ട പേരിൽ ഒരു അവാർഡ് നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി തോന്നുകയാണ്. അതുപോലെ തന്നെ റസാഖ് കുറ്റിക്കകവും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു മരിക്കുന്ന സമയത്ത്. എല്ലാ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ വരികയും അതുപോലെ തന്നെ എടക്കാട് മേഖലയുടെ ഭാരവാഹി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല ഓർമ്മയുണ്ട്. നമ്മുടെ എല്ലാം കൂടെ വളരെ നിശബ്ദനായി, അധികം വർത്തമാനങ്ങളൊന്നും ഇല്ലാതെ സൗമ്യനായി റസാഖ് വന്നിരുന്ന കാലം നമ്മളെല്ലാം ഓർമ്മിക്കുന്നുണ്ട്. മൗനജാഥ എന്നു പേരുള്ള ഒരു കഥാസമാഹാരവും ഒരു നോവലും അക്കാലത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദേശാഭിമാനി വാരികയിലായിരുന്നു ഭൂരിഭാഗം കഥകളും അക്കാലത്ത് വന്നിരുന്നത്. റസാഖിനെ പോലെ തന്നെ വളരെ സൗമ്യമായിരുന്നു റസാഖിന്റെ കഥകളും എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. റസാഖിന്റെ മൗനജാഥ എന്ന് പറയുന്ന കഥാസമാഹാരത്തിന്റെ ആമുഖമായി റസാഖ് എഴുതി വെക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന് ശശിധരനാണ് അതിന്റെ അവതാരിക എഴുതിയത് എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. അതിൽ ആമുഖമായി എഴുതി വെച്ച റസാഖ് എഴുതി വെച്ച ഒരു കാര്യമുണ്ട്. എം കൃഷ്ണൻ നായർ, എം കൃഷ്ണൻ നായരുടെ സാഹിത്യവാര ഫലത്തിന്റെ പുസ്തകം ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. മൊത്തം അതെല്ലാം ശേഖരിച്ചുകൊണ്ടൊരു പുസ്തകം മാതൃഭൂമി ഇറക്കാൻ വേണ്ടി പോവുകയാണ്. എം കൃഷ്ണൻ നായരായിരുന്നു അന്ന് ഓർമ്മിക്കുക. അന്ന് എഴുത്തുകാർ ഏതെങ്കിലും ഒരു വാരികയിൽ ഒരു കഥയോ കവിതയോ ഒക്കെ വന്നാൽ കൃഷ്ണൻ നായർ എന്ത് പറഞ്ഞു എന്നായിരുന്നു അന്ന് എഴുത്തുകാർ നോക്കുക. കൃഷ്ണൻ നായർ നല്ലത് പറഞ്ഞാലും, കൃഷ്ണൻ നായർ ആ കഥയെ മോശമായി ചീത്തയായി പറഞ്ഞാലും എല്ലാം അത് എഴുത്തുകാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നെപ്പറ്റി കൃഷ്ണൻ നായർ പറഞ്ഞല്ലോ എന്നാണ് അവർ അഹങ്കരിക്കുക. കാലത്ത് എഴുത്തുകാർ അഹങ്കരിക്കുക. പുരോഗമന കലാസാഹിത്യ സംഘം എടക്കാട് മേഖലാ കമ്മിറ്റി കണ്ണൂർ ജില്ലയിലെ എഴുത്തുകാർക്ക് ഏർപ്പെടുത്തിയ TV കരുണാകരൻ സ്മാരക കവിതാ അവാർഡും റസാഖ് കുറ്റിക്കകം കഥാ അവാർഡുമാണ് കുറ്റിക്കകത്ത് വെച്ച് വിതരണം ചെയ്തത്. LSS, USS, LMMS, SSLC, +2 വിജയികളെ ചടങ്ങിൽ അനുമോദിക്കുകയും ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി MK മനോഹരനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ നാരായണൻ കാവുമ്പായി കവിതാ പുരസ്കാരവും TP വേണുഗോപാൽ കഥാ പുരസ്കാരവും വിതരണം ചെയ്തു. ഡോക്ടർ K പ്രസീത കവിതാ അവാർഡും ഷാജി ചെമ്പിലോട് കഥാ അവാർഡും നേടി. പ്രമോദ് വെള്ളച്ചാൽ അനുമോദന പ്രഭാഷണം നടത്തി. മേഖലാ സെക്രട്ടറി KV അജിത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനു ആയിച്ചാങ്കണ്ടി, KV ആരിഫ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഘോഷയാത്രാ സംഘം ഗായകരുടെ ഗാനമേളയും ലക്ഷ്മണൻ ചാലക്കുന്ന് അനുസ്മരണ വേദിയുടെ മത്തായിയുടെ മരണം എന്ന നാടകവും അരങ്ങേറി. പുരോഗമന കലാസാഹിത്യ സംഘം എല്ലാ തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളും അവാർഡുകളും നൽകുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ കവിത, മറ്റൊരു സാഹിത്യങ്ങൾ ഇതൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിലും ഇന്നത്തെ നമ്മുടെ യുവതലമുറ ഈ ആസ്വാദനം അനുഭവിക്കുന്നുണ്ടോ? അതായത് വായന, കവിത രചന, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വായന ഇന്നത്തെ യുവസമൂഹം അനുഭവിക്കുന്നുണ്ടോ? അതിൻ്റെ ഒരു ആസ്വാദനം ഉണ്ടോ അവർക്ക്? തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ് എളിയ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊന്നും എല്ലാ കാലത്തും നമ്മുടെ വായന ഒരേ വിധത്തിലായിരിക്കണമെന്നില്ല. കാലത്തിൻ്റെ ഗതിവേഗങ്ങൾക്കനുസരിച്ച് വായനയിൽ, ആസ്വാദനത്തിൽ, എല്ലാ സർഗാത്മക വ്യവഹാരങ്ങളിലും മാറ്റം ഉണ്ടാവും. ആ മാറ്റം ഇപ്പോഴും പ്രകടമാണ്.
വളരെ പഴയ ഒരു ക്ലാസിക് വായന കാലത്ത് തന്നെ ഇപ്പോഴും ഒരു തലമുറ ഉറച്ചു നിൽക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. വായിക്കാനുള്ള അതിൻ്റെ സാമഗ്രികൾ, വായനയുടെ സാധ്യതകൾ വളരെ വലിയ നിലയിൽ വളർന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ വായന എന്നുള്ളത് കേവല പുസ്തക വായന മാത്രമായി ചുരുക്കി കാണുന്നത് കൊണ്ടാണ്. വായന വളരെ വിശാലമായ അർത്ഥമുള്ളൊരു പദമാണ്. എല്ലാറ്റിനെയും മനസ്സിലാക്കുക എന്നുള്ളതാണ് വായനയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഓൺലൈനിൽ വായന വളരെ സമൃദ്ധമായി നടക്കുന്നുണ്ട്. ആശയങ്ങൾ വളരെ നന്നായി കാര്യക്ഷമമായി വിനിമയം ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ സാഹിത്യത്തിൻ്റെയും സർഗാത്മകതയുടെയും മേഖലകൾ ധാരാളം ഇടപെടാനുള്ള സന്ദർഭങ്ങൾ ഉണ്ട്. ഒരു പുതിയ തലമുറ അക്കാര്യത്തിൽ വളരെ ജാഗരൂകമായി ഇടപെടുന്നുണ്ട്. പക്ഷേ തീർച്ചയായും ഈ നവമാധ്യമങ്ങൾ ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്, അങ്ങേയറ്റം ജാഗ്രത പുലർത്തേണ്ടതാണ് എന്ന കാര്യവും ശരിയാണ്. സർ, ഞാനിത് ചോദിക്കാൻ കാരണം ഇന്നത്തെ യുവതലമുറ, അതായത് യുവാക്കൾ അല്ലെങ്കിൽ ഒരു ഹൈസ്കൂൾ ലെവൽ മുതൽ മേലോട്ട് പോകുന്ന കുട്ടികൾ, അവർ കൂടുതലും നമ്മുടെ പണ്ടത്തെ ആ ഒരു വായനാ രീതിയല്ല അവലംബിക്കുന്നത്. അവർ കൂടുതലും ചെയ്യുന്നത് മൊബൈൽ ഫോൺ, അതേമാതിരിയുള്ള ഒരു ദൃശ്യമാധ്യമ രംഗത്തെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ കാണുന്നത്. അത് എത്രത്തോളം ഒരു ഫലപ്രദമാണോ അത്? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെല്ലാ കാലവും ഒരു കുറ്റിക്ക് ചുറ്റും കറങ്ങുന്നത് പോലെയല്ല കാലം എന്ന് പറഞ്ഞത്. നമ്മൾ ഈ പഴയ തലമുറയെ പഴയ ഗൃഹാതുരത്വം എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. കാലം മാറുന്നുണ്ട്, അഭിരുചികൾ മാറുന്നുണ്ട്. ആ മാറുന്ന അഭിരുചികൾക്കനുസരിച്ച് നമ്മുടെ പുതിയ തലമുറയുടെ സംവേദനക്ഷമതയും മാറുന്നുണ്ട്. അപ്പോൾ അവർ ഇടപെടുന്നുണ്ട്, സജീവമായി ഇടപെടുന്നുണ്ട്, സാമൂഹ്യ പ്രതിബദ്ധരാണ്. ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ കേരളം അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭീഷണി നേരിട്ട പ്രളയകാലത്ത് വലിയ ആഹ്വാനങ്ങളൊന്നുമില്ലാതെ തന്നെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ സന്നദ്ധരായി പ്രളയത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന കേരളത്തെ രക്ഷിക്കാൻ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടു. പലപ്പോഴും വാട്സപ്പ് കൂട്ടായ്മയൊക്കെയാണ് അതിന് മുൻകൈ എടുത്തിട്ടുള്ളത്. ഉത്തരവാദപ്പെട്ട യുവനപ്രസ്ഥാനങ്ങളും അതിന് മുൻകൈ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ യുവജനങ്ങളാകെ ഈ വായനയിൽ നിന്ന് മറ്റ് സാമൂഹിക വ്യവഹാരങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. പിന്നെ നമ്മൾ പലപ്പോഴും അതിനിടയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ അനാരോഗ്യകരമായ പ്രവണതകൾ, ചില പുഴുക്കുത്തുകളിലൊക്കെ ഉണ്ടാവും. അതിനെ മാധ്യമങ്ങൾ പർവ്വതീകരിക്കുമ്പോഴാണ് നമ്മൾ വലിയ സാമൂഹ്യ പ്രതിബദ്ധമായ ഒരു തലമുറയെ പലപ്പോഴും ഈകഴ്ത്തി കാണിക്കാൻ ഇടയാവുന്നത്. ഏതായാലും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് പുതിയ തലമുറ വലിയ പ്രതീക്ഷാനിർഭരമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നുണ്ട് എന്നതാണ്. അതനുസരിച്ച് നമ്മുടെ പൊതുസമൂഹവും ഉയരുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും സാറ് പറഞ്ഞതുപോലെ നമ്മുടെ യുവതലമുറ വായനയിലൂടെ സമൂഹത്തിൽ പ്രബുദ്ധരായി വളരട്ടെ. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.